ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പും താളും ഉണക്കച്ചെമ്മീനും മാങ്ങായും കൊണ്ടുള്ള നല്ല രുചികരമായിട്ടുള്ള ഒരു തോരനാണ്. ഈ എപ്പിസോഡിൽ ഞാൻ ചേമ്പും തണ്ടിൻ്റെ തീയൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമല്ലോ. പലർക്കും ഒരു സംശയം, ഇത് ഏത് ചേമ്പിൻ്റെ തണ്ടാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്നും എവിടെ കിട്ടുമെന്നും ഒക്കെ ചോദിച്ചു. നാട്ടിലെ സ്ഥലമുള്ളവർക്ക് അറിയാം ചേമ്പും വിത്ത് ചേമ്പും ഇലയെല്ലാം നമ്മൾ കഴിക്കുമെന്ന്. പക്ഷെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ചിലയിടത്തൊക്കെ മാർക്കറ്റിൽ കിട്ടുമായിരിക്കും. പക്ഷേ ഞാനും ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഇതുപോലെ ഒരു ചാക്കിൽ ചേമ്പ് വിത്ത് നട്ട് ഇതുപോലെ ചേമ്പ് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചീമച്ചേമ്പ് അല്ലെന്നുണ്ടെങ്കിൽ വെട്ടുചേമ്പെന്നൊക്കെ പറയും. ഇതുപോലെ വലിയ ഇലയാണ് അതിൻ്റെ ഈ നടുക്കത്തെ തണ്ടാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ ഈ മറ്റ് തണ്ടുകളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വള്ളിക്കിഴങ്ങ്, കാച്ചില്, ചീര, ഇത് കൂവ, ഇതെല്ലാം ഞങ്ങൾ നട്ട് ഗ്രോ ബാഗിലും ഇതിലും നട്ടുപിടിപ്പിച്ചു. അതുപോലെ നമുക്ക് ആവശ്യമാണ് പച്ചക്കറികളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെറസിലും ബാൽക്കണിയിലും ഒക്കെ വെച്ച് പിടിപ്പിക്കാവുന്നേ. അത്യാവശ്യത്തിന് 1, 2, 3 മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 2 ചേമ്പിൻ്റെ തണ്ട്, 50 ഗ്രാം ഉണക്കച്ചെമ്മീൻ, 6-7 വെളുത്തുള്ളി അല്ലി, ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 7-10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമാങ്ങ നമ്മുടെ പുളിക്കനുസരിച്ച്, 4-5 പച്ചമുളക്, കരിയാപ്പില ആവശ്യത്തിന്, തേങ്ങ അരമുറി ചീകിയത്, ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഞാൻ ചേമ്പിൻ്റെ താളെടുത്തിട്ട് നല്ലപോലെ കഴുകിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് മണ്ണ്, ഇവിടെ എല്ലാം നല്ലോണക്ക് മണ്ണിരിക്കും. അതുകൊണ്ട് നല്ലപോലെ ഇത് കഴുകിയിട്ട് വേണം നമ്മൾ വൃത്തിയാക്കാൻ. വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിത് കഴുകിയാൽ ഇതിനകത്ത് വെള്ളം കയറും. ഓൾറെഡി ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ധാരാളം ഉള്ളതാണത്. ഇതുപോലെ നമ്മളിതിൻ്റെ ഈ ഭാഗം നല്ലപോലെ ചെത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചിരണ്ടി ഇതിൻ്റെ താള് എടുക്കുക. ഇങ്ങനെ ഇരിഞ്ഞെടുക്കുക. ഇതുപോലെ എല്ലാ താളും വൃത്തിയാക്കുക. നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിയാം. ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതിലൊക്കെ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഇതൊക്കെ നമ്മളൊക്കെ പഴയ ആൾക്കാർ ഒക്കെ ചെയ്ത് ഉപയോഗിച്ച് അതിൻ്റെ ഗുണം അറിഞ്ഞിട്ടുള്ളതാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ല. ഇതെല്ലാം മറന്നു കിടക്കുന്ന റെസിപ്പികളാണ്. അത് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിത് നിങ്ങളെ കാണിക്കുന്നത്. ഇതുപോലെ എല്ലാം അരിഞ്ഞെടുക്കുക. ചേമ്പും തണ്ട് നല്ലതുപോലെ ഞാൻ അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് കൊഞ്ച് നമുക്ക് വൃത്തിയാക്കി അതൊന്ന് വറുത്തെടുക്കാം. ഇത് കൊഞ്ച്, അതായത് ചെമ്മീൻ നല്ലതുപോലെ ഞാനിതൊന്ന് കഴുകി, ഇതിനകത്ത് മണ്ണൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം വെച്ച് വെള്ളമെല്ലാം പോക്കിയിട്ട് ചൂടായ ഒരു ചീനിച്ചട്ടിയിൽ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട, ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. വറുത്തെടുക്കാം. ഇത് നമ്മൾ ഒരു മാതിരി ക്രിസ്പ് ആവുന്നത് വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്യണം. ഇതിൻ്റെ വെള്ളമെല്ലാം പോയിട്ട് ഇത് നല്ല ഒരു ഇതുപോലെ തന്നെ നമുക്ക് ഒടിക്കുന്ന ടൈം ആകുമ്പം, നമുക്ക് ഒടിഞ്ഞ് കിട്ടുന്ന സമയമാകുമ്പം ഇത് സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു മുറത്തിലേക്കിട്ട് ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്കിതൊരു മുറത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കൊഞ്ചിൻ്റെ ഈ ഷാർപ്പായിട്ടുള്ള ഈ കൊമ്പ് അത് പോകാനൊക്കെ വേണ്ടിയാണ്, നമ്മളത് ക്ലീനായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത്. അത് ഒരു മുറത്തിലോട്ട് നമ്മൾ ഇതിട്ട് ഇതുപോലെ ഒരു ചിരട്ട കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കുമ്പോൾ
അതിൻ്റെ എല്ലാ കൊമ്പും കാലും എല്ലാം മാറി നല്ല വൃത്തിയായിട്ട് നമുക്ക് അതിൻ്റെ പരിപ്പ് മാത്രം കിട്ടും. നമുക്കിത് നല്ലപോലെ പാറ്റി നല്ല വൃത്തിയാക്കി എടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്ന ഉടനെ ഇതിൻ്റെ അടിയിലോട്ട് ഇതെല്ലാം വരും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ പരിപ്പ് മാത്രം നമുക്ക് കിട്ടി, ഇതുപോലെ നല്ലതായിട്ട് കിട്ടി. നമുക്ക് ഈ ചെമ്മീനെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യാം. അധികം പൊടിഞ്ഞു പോകരുത്, എന്നാൽ പൊടിയാതെ ഇരിക്കരുത്. അതേ രീതിയിലെടുക്കണം. അവിടെ ഇവിടെയായിട്ട് ഓരോന്ന് ഫുള്ള് കിടക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയിട്ട് നമ്മളൊന്ന് ഇങ്ങനൊന്ന് ക്രഷ് ചെയ്താൽ മതി. നമ്മൾ കൊഞ്ചൊന്ന് പൊടിച്ച് കുറച്ച് പൊടിഞ്ഞ് നല്ലതുപോലെ, കുറച്ച് അധികം പൊടിഞ്ഞില്ല, കുറച്ച് പൊടിയാതെ ഇരിപ്പുണ്ട്. ആ വിധത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. നമുക്ക് ചേമ്പിൻ്റെ താളരിഞ്ഞത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഈ പൊടിച്ച കൊഞ്ചും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയും ഇതുപോലെ ഇത്ര നീളത്തിൽ, അതുപോലെ തന്നെ കനം കുറച്ച് വേണം അരിയാനായിട്ട്. അതും ഞാൻ അധികം പുളിയില്ലാത്ത മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുളിയുള്ള എത്രമാത്രം ആവശ്യമാണ് അതിനനുസരിച്ച് വേണം നിങ്ങൾ മാങ്ങ എടുക്കാൻ. വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി അരിഞ്ഞതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് അരിയുക, അതിട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ എരിക്കനുസരിച്ച്. കൊച്ചുള്ളി അത് മരിഞ്ഞിടുക. ഞാൻ മഞ്ഞളിൻ്റെ കാര്യം പറഞ്ഞില്ല, ആവശ്യത്തിന് മഞ്ഞളും നമുക്കിട്ട് കൊടുക്കാം. പൊടിയായിട്ട് തിരുമ്മിയ തേങ്ങയാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില, നല്ലതുപോലെ കരിവേപ്പില നമുക്കിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് അല്പം വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിക്കാം. എന്തെന്നാൽ നമ്മളെ ചേമ്പിൻ്റെ തണ്ട് ചിലപ്പം ചൊറിയും. എല്ലാ തണ്ടും ചൊറിയില്ല, ചില തണ്ടുകൾ ചൊറി. കഴിക്കുമ്പം നാവ് ചൊറിയാതിരിക്കാനും നമുക്ക് ഈ വെളിച്ചെണ്ണ നല്ലപോലെ മിക്സ് ചെയ്യുന്നത് നല്ലതാണ്. നല്ലതുപോലെ നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്യാം. നമുക്കിനിയും സ്റ്റൗവ് കത്തിച്ച് കൊടുക്കാം. സ്റ്റൗ കത്തിച്ച് ഇതിനകത്ത് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഈ ചേമ്പിൻ്റെ താളിൽ നിന്ന് വെള്ളം അതിനകത്ത് ഇറങ്ങും. ഒന്ന് ചെറുതായിട്ട് 1 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റായി ഇത് അടച്ചു വെച്ചിട്ട് ആവി വന്നു. നല്ലപോലെ വെള്ളം ഇറങ്ങിയൊന്ന് നോക്കാം. വെള്ളമെല്ലാം ഇറങ്ങി നല്ലതുപോലെ അതായിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തുറന്നപ്പോൾ ഉള്ള ആ മണം മാത്രം മതി ചോറുണ്ണാൻ. അത്രയ്ക്ക് നല്ല മണമാണ്. നമുക്ക് ഇതൊന്നും കൂടെ തിരിച്ച് നമ്മളിതുപോലെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് അടച്ച് 1 മിനിറ്റത്തേക്ക് വെക്കാം. നമുക്ക് തുറക്കാം. എല്ലാം വെന്തു, നല്ലൊരു മണം വരുന്നുണ്ട്. ആ മണത്തിരിക്കുക ഒന്ന് അനുഭവിച്ചുകൊണ്ട് നിൽക്കാൻ നല്ല പ്രയാസമാണ്, ഭയങ്കര മണം. ഇതിൻ്റെ ടേസ്റ്റ് നമുക്കന്നേരം ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇത് വെന്തു, നല്ലതുപോലെ വെന്തു. ചേമ്പുംതാളേ ഉള്ളൂ വേവാനുള്ളത്, ബാക്കിയെല്ലാം നമ്മൾ വെന്തതാണ്. അതായത് മാങ്ങയൊക്കെ എളുപ്പം വേവുന്നതാണ്. ചേമ്പുംതാളും അതുപോലെ തന്നെ. അതിൻ്റെ വെള്ളം പറ്റിയാൽ മതി, അത് എളുപ്പം വേവും. മാങ്ങയൊക്കെ നല്ലതുപോലെ വെന്തു. കൊഞ്ച് ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്തിട്ടതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമുക്കതൊന്ന് മിക്സ് ചെയ്താൽ, നല്ലപോലെ മിക്സ് ചെയ്യുക. ആ വെളിച്ചെണ്ണയുടെയൊക്കെ മണം വരുമ്പോൾ നല്ലതായിട്ടുണ്ട്, നല്ല മണമായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ഇതിൻ്റെ ഉപ്പൊക്കെ പരുവാണോ. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവൽ തന്നെയാണ്. നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം.
നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാം. അങ്ങനെ നമ്മുടെ ചേമ്പും താള് ചെമ്മീൻ മാങ്ങ മിക്സ് തോരന് റെഡിയായി. അപാര ടേസ്റ്റാണ്. ഇതൊന്ന് കഴിച്ച് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. ചോറിനകത്ത് ഇത് തന്നെ പുരട്ടി ഇത് മാത്രം മതി, വേറെ ഒരു കറിയും വേണ്ട. നമുക്ക് ഇഷ്ടം പോലെ ചോറുണ്ണാം. അത്ര ടേസ്റ്റാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എന്നെ കമൻറ്റ് അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.